മത്സരത്തിലെ സമനിലക്കുരു കഴിച്ചുകൊണ്ട് 2026 ഫിഫ ലോകകപ്പിൽ ബ്രസീലിന് ആദ്യ വിജയം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ താരം മാത്യൂസ് കുൻഹയുടെ ഇരട്ട ഗോൾ പ്രകടനവും സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയറിന്റെ ഒരു ഗോളുമാണ് ബ്രസീലിന് ആധികാരിക വിജയം സമ്മാനിച്ചത്. ആദ്യ മത്സരങ്ങളിൽ മൊറോക്കോയോട് സമനിലയ്ക്ക് വഴങ്ങേണ്ടി വന്ന ബ്രസീലിന് ഗ്രൂപ്പിൽ തങ്ങളുടെ ഒന്നാം സ്ഥാനം താൽക്കാലികമായി ഉറപ്പിക്കാനും ഈ വിജയത്തോടെ സാധിച്ചു. എന്നാൽ തുടർച്ചയായ രണ്ടാം തോൽവിയോടെ ഹെയ്തി ഈ ലോകകപ്പിൽ നിന്നും പുറത്താകുന്ന ആദ്യ ടീമായി മാറി. ആദ്യ 3 മിനിറ്റുകളിൽ ഹെയ്തി മികച്ച പ്രതിരോധം തീർന്നെങ്കിലും കളി അരമണിക്കൂർ പിന്നീട് മുൻപ് തന്നെ ബ്രസീൽ തങ്ങളുടെ ഗോൾ വേട്ട ആരംഭിച്ചിരുന്നു. മത്സരത്തിന്റെ 23-ാം മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയറിന്റെ ഒരു തകർപ്പൻ ഷോട്ട് ഹെയ്തി ഗോൾ കീപ്പർ തട്ടിയകറ്റിയെങ്കിലും റീബൗണ്ട് പന്ത് കൃത്യമായി വലയിലെത്തിച്ച് മാത്യൂസ് കുൻഹ ബ്രസീലിനെ മുന്നിലെത്തിച്ചു. പിന്നീട് 36-ാം മിനിറ്റിൽ വിനീഷ്യസ് നൽകിയ മനോഹരമായ പാസ് സ്വീകരിച്ച് കുൻഹ തന്റെ രണ്ടാം ഗോളും നേടി ലീഡ് 2-ആക്കി ഉയർത്തി. ആദ്യ പകുതി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ലൂക്കസ് അസിസ്റ്റിൽ നിന്നും ഹെയ്തി പ്രതിരോധത്തെ കാഴ്ചക്കാരാക്കി ലോങ് ഷോട്ടിലൂടെ വിനീഷ്യസ് ജൂനിയർ 3-ാം ഗോളും അടിച്ചതോടെ ആദ്യ പകുതിയിൽ തന്നെ ബ്രസീൽ കളി പൂർണ്ണമായും കൈപ്പിടിയിലൊതുക്കി. രണ്ടാം പകുതിയിൽ ഗോളുകളൊന്നും പിറന്നില്ലെങ്കിലും പൂർണ്ണ ആധിപത്യം ബ്രസീലിനൊപ്പമായിരുന്നു. കോച്ച് കാർലോയുടെ തന്ത്രങ്ങൾ മൈതാനത്ത് പൂർണ്ണ വിജയമാകുന്ന കാഴ്ചയാണ് ഫിലാഡൽഫിയയിൽ കണ്ടത്. സൂപ്പർ താരം നെയ്മർ ഇല്ലാതെ ഇറങ്ങിയിട്ടും ആക്രമണ നിരയിൽ വിനീഷ്യസും കുൻഹയും ചേർന്നുള്ള കെമിസ്ട്രി ബ്രസീൽ ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഈ തകർപ്പൻ വിജയത്തോടെ 4 പോയിന്റുമായി ഗ്രൂപ്പിൽ ബ്രസീൽ മുന്നേറുമ്പോൾ വരാനിരിക്കുന്ന കടുത്ത പോരാട്ടങ്ങൾക്ക് തങ്ങൾ സജ്ജമാണെന്ന കൃത്യമായ മുന്നറിയിപ്പാണ് കാനറികൾ എതിരാളികൾക്ക് നൽകുന്നത്. ജൂൺ 24-ന് സ്കോട്ട്ലാൻഡിനെതിരെയാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്രസീലിന്റെ അടുത്ത മത്സരം.